ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഈ ഒരു കേക്ക് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. കുറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ മിക്സൊക്കെ ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് 2 പ്രാവശ്യം അരിച്ചു വെച്ചതാണ്. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. പിന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷമാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് അടുപ്പിലാണെങ്കിലും ഈ ഒരു ടൈം തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആദ്യം എഗ് വൈറ്റിലേക്ക് ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഇതേപോലെ ബീറ്റായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ചേർത്തിട്ട് എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എഗ് വൈറ്റ് ഇതേപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ മിക്സ് ആയ ശേഷമാണ് അടുത്ത യോക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റോളം ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഫ്ലോർ മിക്സ് കുറച്ചായി ഇട്ടിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പാലെടുത്ത് വെച്ചതിൽ നിന്നും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബാറ്റർ ഒരു 6 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ താഴെയും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓവൻ ഇതേപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫാൻ മോഡ് ഓഫിലാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ 180 ഡിഗ്രിയിൽ മുകളിലത്തെയും താഴത്തെയും കോയിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആകാറായിട്ടുണ്ട്. ഇനി ഈ ടിന്ന് ഈ റാക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏറ്റവും താഴത്തെ റാക്കിലാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു 20 മിനിറ്റിലേക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 20 മിനിറ്റിന് മുമ്പ് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേക്ക് ആയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അല്പം ഒന്ന് ചൂട് വിട്ട് കഴിഞ്ഞാൽ ഈ ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കണം. അതേപോലെ ചൂടോടെ കൂടെ ഈ ബട്ടർ പേപ്പറും അങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ആ കേക്കൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ കുറച്ചുകൂടി ചൂട് മാറിയ ശേഷം ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇവിടെ നല്ലപോലെ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള മിൽക്ക് സിറപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 കപ്പ് അളവിൽ പാലും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാല് തിളപ്പിച്ചാറിയ പാലാണ്. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മധുരം ഇപ്പോൾ ഇതിൽ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പോരായെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരെ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി കേക്ക് സെറ്റ് ചെയ്യുന്നത് ഇതേപോലെയുള്ളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 15 രൂപ 20 രൂപ അതിനുള്ളിലാണ്. അപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇതിൻ്റെ തന്നെ സ്ക്വയറിൻ്റെ ബോക്സും നമുക്ക് കിട്ടും. അപ്പോൾ സ്ക്വയറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സ്ക്വയർ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ അടിഭാഗമാണ് മുകളിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ മിൽക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 3 തരം മിൽക്ക് വെച്ചിട്ട് ഇത് ബെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ലെച്ചസ് കേക്ക് അല്ലെങ്കിൽ മിൽക്ക് കേക്ക് എന്നൊക്കെ പറയുന്നത്.
അപ്പം നമുക്കിത് വീട്ടിലേക്കൊക്കെ ചെയ്ത് നോക്കണമെങ്കിൽ ഇതേപോലെ കണ്ടെയ്നറൊന്നും ഇല്ലെങ്കിൽ സാധാരണ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു കേക്കിൻ്റെ ടിന്നിൽ തന്നെ ചെയ്തെടുത്താലും മതി. അപ്പോൾ കുറച്ച് മിൽക്ക് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാൻ നേരത്തെ അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അരമണിക്കൂറിന് ശേഷം കേക്ക് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. അല്പം കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നോസിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോസിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ഡോട്ട് ഡോട്ട് ആക്കിയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് പിസ്ത കട്ട് ചെയ്തത് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈഡ് റോസ് പെറ്റൽസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു പ്രത്യേക ഫ്ലേവർ ആണ് ഇപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിനാൽ ഉണ്ടാവുക. ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരു റിബൺ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു വുഡൻ്റെ സ്പൂണും കൂടി വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഫോർക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള സിറപ്പ് ഇതേപോലെയുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് കൊടുക്കാം. ഈ ഒരു കണ്ടെയ്നറിന് 2 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പം നമുക്ക് ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള നെറ്റിൻ്റെ ക്ലോത്ത് കിട്ടും വാങ്ങിക്കാൻ. അത് നമ്മൾ സാധാരണ റെഡിമെയ്ഡ് ഷോപ്പിലൊക്കെ നിന്നാണ് വാങ്ങിക്കുക. എന്നിട്ട് ആ ഒരു ബോക്സിനേക്കാളും അല്പം വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മുകളിലേക്ക് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഒന്നുകിൽ ആ ഒരു സിറപ്പ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് വെച്ച് കൊടുത്താലും മതി. അപ്പം ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് പിടിച്ച ശേഷം ഒരു റിബൺ വെച്ച് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഫ്രഷ് ഫ്ലവർ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കസ്റ്റമർ പറഞ്ഞാൽ മാത്രമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് അല്പം കൂട്ടി വാങ്ങിക്കാം. അപ്പോൾ ഇത് 1/2 കിലോൻ്റെ മിൽക്ക് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 500 രൂപയാണ് വരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റും നല്ല ഒരു മിൽക്കി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിക്കുന്ന കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ട്രൈ ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.